ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ദ്വീപ് ലെമർ എന്ന വന്യജീവിയാൽ ഏറ്റവും പ്രശസ്തമായ ഒരു നാട്. ഫ്ലോറയുടെയും ഫോണയുടെയും സുന്ദരങ്ങളായ ഓർക്കിഡ് പുഷ്പങ്ങളുടെയും നാട്. ദിവസേന $2 താഴെ മാത്രം വരുമാനമുള്ള മഹാഭൂരിപക്ഷത്തിൻ്റെ നാട്. യേശുവിനെ രക്ഷകനായും ജീവിതത്തിലേക്കും സ്വീകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മഹാജനതയുടെ നാട്. അതെ, മഡഗാസ്കർ എന്ന മഹാദ്വീപിൻ്റെ പോർ ബെർഷെ എന്ന രൂപതയുടെ ഇടയൻ റൈറ്റ് റവറൻ ഡോക്ടർ ജോർജ് വർക്കി പുതിയാകുളങ്ങരയാണ് ഇന്ന് വോയിസ് ഓഫ് ദ ചർച്ചിൽ നമ്മളോടൊപ്പമുള്ളത്. പ്രിയ പിതാവേ, അങ്ങേക്ക് ശാലോം ടി വിയിലെ വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിതാവേ, നമുക്ക് ഇപ്പോൾ അവിടെ കൃഷിയും കന്നുകാലി വളർത്തലുമാണ് അവിടുത്തെ ആളുകളുടെ പ്രധാന ജീവിത വരുമാനം എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അപ്പോൾ പിതാവേ, ഇത് രണ്ടും കാലാവസ്ഥയെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വരുമാന മാർഗങ്ങളുമാണ്. അപ്പോൾ അവിടെ പ്രളയ കാലഘട്ടമുണ്ട്, അതുപോലെ തന്നെ കൊടിയ വരൾച്ചയുടെ കാലഘട്ടമുണ്ട്, കൊടുങ്കാറ്റുണ്ട്. അങ്ങനെ കാലാവസ്ഥ എപ്പോഴും വളരെ കലുഷിതമായൊരു കാലാവസ്ഥയുള്ള പ്രദേശവുമാണത്. അതുകൊണ്ടായിരിക്കുമോ അവർ കൂടുതൽ ദൈവോന്മുഖമായി അല്ല ഈശ്വര വിശ്വാസത്തിലേക്ക് അവർ കൂടുതൽ അടുക്കാൻ കാരണം? അത് ശരിയാണെന്ന് പറയാം. കാരണം അവിടെ പല വിധത്തിലുള്ള കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ്. ഞങ്ങളുടെ രൂപതകളിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ മഴ വന്നിട്ട് വലിയ വെള്ളപ്പൊക്കമുണ്ടായിട്ട് നെല്ല് കൃഷി ചെയ്ത് നെല്ല് നശിച്ചു പോകുന്നുണ്ട്. അതേസമയം മഡഗാസ്കറിൻ്റെ തെക്ക് ഭാഗത്ത് ഇപ്പോൾ വരൾച്ചയാണ്. അവിടെ സൈക്ലോൺ വന്നെങ്കിലേ അവിടെ മഴ കൊണ്ടുവരുള്ളൂ. അങ്ങനെയുള്ള പ്രതിഭാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ വളരെ ചൂടുണ്ട്, ചില സ്ഥലങ്ങളിൽ അത് തണുപ്പുള്ള സ്ഥലങ്ങളും ഉണ്ട്. അത് കൃഷിയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കൊല്ലവും ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണിത്. തീർച്ചയായിട്ടും പിതാവ്, ശുദ്ധജലത്തിൻ്റെ അപര്യാപ്തത വളരെയേറെയുള്ള ഒരു രാജ്യമാണ് മഡഗാസ്കർ. അവിടെ മലേറിയ, പിന്നെ ഡയറിയ, അങ്ങനെ എനിക്കൊന്ന് മലേറിയൊക്കെ വന്ന് ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെടുകയുണ്ടായി. ഈ ശുദ്ധജലത്തിൻ്റെ അപര്യാപ്തത ഉള്ളതുകൊണ്ട് അവിടെ അണുക്കൾ ആ വെള്ളത്തിൽ ഉള്ളതുകൊണ്ടാണോ അവിടെ ഈ തടാകങ്ങളിൽ കുളിക്കാൻ പാടില്ല, പുഴകളിൽ കുളിക്കാൻ പാടില്ല എന്നൊക്കെ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നു? ഈ അവാസ്തവമാണ്. അവിടെ ജനങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ ഇവിടെ വെള്ളം കുടിക്കുന്ന പോലെ. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ നെല്ലിക്കാമ്പൊയിലേക്ക് വീട്ടിൽ 3 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ വെദ്വാദമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോട്ടിലൊരു വെള്ളത്തിലൊരു കുരിശൊക്കെ ഇട്ടിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. അത് ഒരു പേടിയൊന്നുമില്ലായിരുന്നു. ഇവിടെ ഈ മഡഗാസ്കറിൽ ബിലാറിയോസ് എന്ന് പറഞ്ഞൊരു ഉണ്ട്. അത് ഈ അണുക്കൾ നമ്മൾ ആ വെള്ളത്തിൽ കൂടി അത് നമ്മുടെ ശരീരത്തിൽ കയറും, അല്ലെങ്കിൽ ദേഹത്തുണ്ടാകും. അത് ചികിത്സിച്ച് പെട്ടെന്ന് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ അവിടെ ഞാൻ ഒരിക്കലും കുറച്ച് ഉൾപ്രദേശത്ത് ഇങ്ങനെ നടന്നുപോയി. അപ്പോഴും ദാഹിക്കുന്നുണ്ടായിരുന്നു. വെള്ളം ശുദ്ധി ചെയ്യുവാനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഗുളികകളുണ്ട്. അത് ആ വെള്ളം ഒരു ബക്കറ്റിൽ എടുത്തിട്ട് അത് ഒരു അരമണിക്കൂർ ഈ ഗുളിക അതിൻ്റെ അകത്തിട്ടിട്ട് അതിന് ശേഷം ആ വെള്ളം ഒരു തോർത്തുകൊണ്ട് അരിച്ച് എടുക്കുമ്പോൾ അതിൻ്റെ അങ്ങേ വശത്ത് അത് നീല നിറത്തിലാകും ആ അണുക്കളെ കൊണ്ട്. പിന്നെ ഇങ്ങേ വശത്തുള്ള വെള്ളം നമുക്ക് കുടിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് സാധാരണയായിട്ട് ഈ അവർ ശുദ്ധജലം കിട്ടുന്നതിന് വളരെ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് ടൗണിലൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്, ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ചിലയിടത്ത്. അവിടെ എത്തിപ്പെട്ടുന്ന മിഷണറിമാർക്ക് ഭൂരിഭാഗം ആളുകളും ഒന്നുകിൽ മലേറിയ ബാധിതരാകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇത്രയും വർഷമായിട്ട് 37 വർഷമായിട്ട് പിതാവിന് ഇതുവരെ മലേറിയ ബാധിച്ചിട്ടില്ല എന്നറിയുന്നത് അത്ഭുതാവകമാണ്. വാസ്തവമാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ നിവാക്കിൻ, മലേറിയയ്ക്ക് എതിരായിട്ടുള്ള ക്ലോറോക്കിൻ എന്നുള്ള ആ ഗുളികകൾ ഞങ്ങൾ ആഴ്ചയിൽ കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കഴിക്കാറില്ല. പ്രത്യേകിച്ചും നമ്മൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. അപ്പം ദൈവം നമ്മെ കൈവിടുകയില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. എനിക്കിതുവരെ മലേറിയ വന്നിട്ടില്ല, അസുഖങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് ദൈവ ഒരു കൃപയാണ് അത്. കാരണം നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാകും, മറ്റുള്ളവർക്കും അതൊരു പ്രശ്നമാകും. നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല, മറ്റുള്ളവരെ അത് ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ആരോഗ്യത്തെപ്പറ്റി ഞാൻ വളരെ ബോധവാനാണ്. പിന്നെ ഈ ക്ലോറോക്കിനും നിവാക്കിനും ഈ മലേറിയക്കെതിരായിട്ടുള്ള ആ ഗുളികകൾ കഴിച്ച് ഒത്തിരി മിഷണറിമാരുടെ കേൾവി കുറഞ്ഞു പോയിട്ടുണ്ട്.
ചിലർ തീർത്തും കേൾവി അങ്ങനെ. അതുകൊണ്ട് അത് നിർത്തി. അതുപോലെ തന്നെ ഈ പച്ച മരുന്നുകളാണ് അവിടെ അധികവും ജനങ്ങൾ ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള നമ്മളിലുള്ള ആര്യവേപ്പിൻ്റെയോ അതുപോലെ വേറെയുള്ള പിന്നെ ചില ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളോ അല്ലെങ്കിൽ ചെടികളോ ഉണ്ട്. അത് പിന്നെ തിളപ്പിച്ചിട്ട് ആ വെള്ളമാണ് കുടിക്കുന്നത്. പിതാവേ, വളരെ തീഷ്ണതയോടെ അല്ലെങ്കിൽ ഈ 37 വർഷം അവിടെ ജീവിച്ച അങ്ങ്, ഞാൻ മനസ്സിലാക്കുകയാണ്, കിലോമീറ്ററുകൾ, എനിക്ക് തോന്നുന്നു 30-40 കിലോമീറ്റർ നടന്നാണ് അങ്ങ് ഒരു ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദേവാലയത്തിലേക്ക് എത്തിപ്പെടുക, അല്ലെങ്കിൽ അങ്ങയുടെ ബിഷപ്പ് ഹൗസിൽ നിന്ന് ഒരു ദേവാലയത്തിലേക്ക് എത്തുക. അത് നടന്ന് തീർക്കുകയാണ് വഴികളെല്ലാം. ഒരിക്കലേ ഞാൻ എവിടെയോ അങ്ങ് പറഞ്ഞതായിട്ട് കേട്ടു, വലിയൊരു അപകടത്തിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുകയുണ്ടായി. ഒന്ന് ആ ഒരു സംഭവം ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? നടക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ എൻ്റെ രൂപതയിൽ തന്നെ പലയിടത്തും പല പിന്നെ വഴികളില്ല, നടക്കേണ്ടി വരും. ഇനിങ്ങേറ്റം മോട്ടോർ സൈക്കിൾ വരെ പോകാൻ പറ്റിയില്ല, സൈക്കിൾ തന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അപ്പം കാൽനടയായി പോവുക എന്നുള്ളത് സാധാരണയാണ്. ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ചെന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, ഷാലോം പ്രേക്ഷകർ, ഒരു ദിവസം 55 കിലോമീറ്റർ നടന്നു. രാവിലെ 3 മണിക്ക് ഏറ്റ് അത് 2 സ്ഥലത്ത് നിന്നു. അതായത് ഭക്ഷണം രാവിലെ പിന്നെ ഇത് ചോറ് കഴിക്കുന്നതിനായിട്ട്, പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം 5 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിരുന്നു. 55 കിലോമീറ്റർ. അപ്പം നമ്മൾ പോകുന്ന ആ സമയത്ത് മാതാവിനോടൊന്ന് ജപമാല ചെല്ലുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാം. ഞാൻ എവിടെ പോയാലും മാതാവിനുള്ള ആ ഭക്തി, മാതാവിനുള്ള ജപമാലയുടെ ഭക്തി, അതേപ്പറ്റി പറയും. ഇപ്പം കൂടുതൽ അച്ഛൻ കാണും, വേറെ പിന്നെ ഈ കാറ്റക്കിസ്റ്റ് കാണും, വേറെ ജനങ്ങളുണ്ട്, യുവജനങ്ങളോ മറ്റുള്ളവർ. അവരോട് പറയും, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പകരം നമുക്ക് ദൈവത്തോട് മാതാവിനോടൊന്ന് സംസാരിക്കാം. എന്നിട്ട് ജപമാല ചെല്ലും, പിന്നെ പാട്ട് പാടും. കുറച്ച് പിന്നെ ഒരു 1-2 മണിക്കൂർ നടന്നിട്ട് കുറച്ച് ഞങ്ങൾ തേൻ കൊണ്ടുപോകും. അല്ലേ തന്നെ ഈ 55 കിലോമീറ്റർ 60 കിലോമീറ്റർ യാത്ര, മണിക്കൂറുള്ള യാത്ര ചെയ്യണം. അത്രയൊന്നും സംസാരിക്കാൻ നമ്മുടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥന, പാട്ട്, അല്ലെ നമ്മൾ ക്ഷീണിക്കുകയും ചെയ്യും. അപ്പോൾ പാട്ട് നമുക്ക് കൂടുതൽ ഊർജ്ജം തരും. തീർച്ചയായും. അതിനുശേഷം പിന്നെ കൊണ്ടുപോകുമ്പോൾ ഈ തേൻ കൊണ്ടുപോകും, അവിടെ തേൻ കിട്ടും. പിന്നെ ഈ പഴം, അത് കഴിഞ്ഞ് പിന്നെ കാട്ടിലൊക്കെ പഴവർഗ്ഗങ്ങൾ കാണും, അതൊക്കെ തിന്നാനായിട്ട് പഴം കൊണ്ടുപോയിട്ട് കുറച്ച് തേനിച്ചിരി കഴിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ അവിടെ ഒരു സാധാരണയായിട്ട് കുടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചോറ് പിന്നെ ഉണ്ടാക്കിയ ആ കലത്തിൽ കുറച്ച് ചോറെടുത്തിട്ട് അത് കരിക്കും. ആ കരിച്ച ചോറിലേക്ക് വെള്ളം ഒഴിക്കും, ആ വെള്ളം തിളപ്പിക്കും. ആ വെള്ളം തിളപ്പിച്ച വെള്ളത്തിന് ഏകദേശം നമ്മുടെ ചായയുടെ കാപ്പിയുടെ നിറമാകും. അതാണ് എല്ലാവരും കഴിക്കുന്നത്. അത് പിന്നെ ദഹനത്തിന് നല്ലതാണ്. കാരണം അവിടെ കരിയുണ്ട്, അതിൻ്റെ കരിയുടെ ഒരു അംശമുണ്ട്. പിന്നെ അസുഖങ്ങളൊക്കെ മാറാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അതാണ് ഞങ്ങളും കഴിക്കുന്നത് എപ്പോഴും. ഞാൻ വെള്ളം സാധാരണ കുടിക്കാറില്ല, നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കാറില്ല അവിടെ. ഈ വെള്ളം ഈ ബിലാർജോസിൻ്റെ പൊടിയുണ്ട്. അതേസമയം ഈ പിന്നെ കഞ്ഞിവെള്ളം പോലെ, കഞ്ഞിയുടെ വെള്ളമല്ല അത്, അതിങ്ങനെ ഈ പിന്നെ ചോറ് കരിച്ച്. അവിടുത്തെ ഭക്ഷണ രീതിയും പിതാവ് വളരെ വ്യത്യസ്തമാണ്. അവിടെ ഈ ഇവിടുത്തെ പോലെ മസാലകൾ ഒട്ടും തന്നെ മസാലകൾ ഇടാറില്ല. ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെങ്കിലും അത് വേവിച്ചെടുത്ത് അല്പം മാത്രം മുളകിട്ട് കറി വെക്കുന്ന ആ ഭക്ഷണ രീതിയൊക്കെ പിതാവിന് ശീലമായോ? അതെ, മുളക് ഒട്ടുമില്ല. ഉപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ട്, അത്ര തന്നെ. അത് എനിക്ക് പിന്നെ ശീലമായി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ നടന്നു പോയ ആദ്യത്തെ ഒരു കാര്യം എന്നത് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത ഒരു കാര്യം, അത് 1987 അന്നത്തെ ബിഷപ്പ്, ഞാനൊരു രൂപതയിൽ അവിടെ ചെന്ന ആ രൂപതയിൽ അവിടുന്ന് 650 രൂപതാസ്ഥാനത്ത് നിന്ന് 650 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് ബിഷപ്പ് എന്നെ അവിടെ പിന്നെ മിഷണറി പ്രവർത്തനത്തിനായിട്ട് വിളിച്ചു കൊണ്ടുപോയത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു 280 കിലോമീറ്റർ പോയി. അതിനുശേഷം പിന്നത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം പിന്നെ ഡയറക്റ്റ് റോഡൊന്നുമല്ല, അവിടെ എത്തി വളരെ രാത്രിക്ക്. അതിനുശേഷം ഒരാഴ്ച അവിടെ ഈ പിന്നെ മത അധ്യാപകരുടെ കൂട്ടത്തിൽ പിതാവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കിനി പിന്നെ ചെറിയ പള്ളികൾ സന്ദർശിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 110 കിലോമീറ്റർ ദൂരമുള്ള ഒരിടത്തേക്കാണ് പോകുന്ന വഴിക്ക് പണ്ടത്തെ ഇവിടെ 4 വീൽ ഡ്രൈവ് ഒന്നുമില്ല, സാധാരണ ഒരു ജീപ്പ് പോലെ ഒരു പിന്നെ ഇതാണ് ഒരു വണ്ടി. ആ വണ്ടിയിൽ പോയി ഞങ്ങൾ. അപ്പോൾ ഒരു പാലം കണ്ടു, ഒരു മരത്തടി കൊണ്ടുള്ള ഒത്തിരി മരങ്ങൾ തടി കൊണ്ട് ഇട്ടിരിക്കുന്ന ആ പാലത്തിലേക്ക് വണ്ടി കയറി. അവിടെ വണ്ടി ഒന്നും സാധാരണ പോകുന്നതല്ല. അപ്പോൾ അത് കയറിയപ്പോഴത്തേക്കും ആ തടികൾ അങ്ങോട്ട് കെട്ടുപൊട്ടിയിട്ട് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാനായിട്ടും കഴിയില്ല, പുറകോട്ട് കയറാനും കഴിയില്ല. ഡ്രൈവർക്ക് പേടിയായി. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, പാലത്തിന് നടുക്കായി. അതെ, ബിഷപ്പ് പറഞ്ഞു ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു ചക്രം അങ്ങോട്ട് താഴത്തേക്ക് പിന്നെ ചാടിപ്പോകുന്ന പോലെ.
അപ്പം മുന്നോട്ടും പോകത്തതായിട്ട് എന്നാലും പിതാവ് പറഞ്ഞു നമുക്കെന്നാൽ ഇനി നടക്കാം, ഇവിടെ ഈ ഡ്രൈവറും ഇവിടെ ഒരാളും കൂടി ഇവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളവർ നടക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ വാഹനം നിങ്ങൾ അവിടെ വീഴ്ച. അതെ, വാഹനം അവിടെ വിട്ടിട്ട് പിന്നെ വേറെ ആൾക്കാരെ വിട്ടിട്ട് പിന്നെ അത് സഹായിക്കാൻ അത് പിന്നെ വാക്കത്തി കൊണ്ട് പിന്നെ ഇതെല്ലാം കണ്ടിച്ച് എടുത്തുകൊണ്ട് കൊണ്ടുപോകാനായിട്ട് വിടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾ പോകുന്ന രാത്രിയായപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഒന്നും പിന്നെ ഇല്ലായിരുന്നു, വെട്ടമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ അന്ന് നിലാവുണ്ടായിരുന്നു. അതെ, മഴ തുടങ്ങി, നന്നായിട്ട് മഴ തുടങ്ങി. ആ മഴയത്ത് ഇങ്ങനെ കാട്ടിൽ കൂടി പോകുമ്പോൾ ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പോകുമ്പോൾ ചില സ്ഥലത്ത് കുഴിയൊക്കെ ഉണ്ടായിരുന്നു, ചില സ്ഥലത്ത് വീണു. പിതാവ് വീണ് കേൾക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പറ്റിയോ എന്ന് ഒന്നുമില്ല. അതുപോലെ എനിക്ക് 2, 3, 4 പ്രാവശ്യം ഞാൻ വീണു. പിതാവ് ചോദിക്കും അച്ഛാ എന്തെങ്കിലും പറ്റിയോ, ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. അതിങ്ങനെ ഒരു 4-5 മണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോൾ തീർച്ചും വിജനമായ വഴി, അവിടെ ഇഴജന്തുക്കള്, മൃഗങ്ങള്, അവിടുത്തെ ഇഴജന്തുക്കള് വിഷമില്ലാത്തതായതുകൊണ്ട് കുഴപ്പമില്ല. മൃഗങ്ങളും അവിടെ പിന്നെ അവിടുത്തെ മനുഷ്യരെ പോലെ, അതെ, മനുഷ്യരെ പോലെ തന്നെ. അപ്പോൾ എനിക്കൊരു തോന്നി വെള്ളം കുടിക്കുന്നത്, മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ വെള്ളത്തിൽ അണുക്കളുണ്ട് ഒത്തിരി. അപ്പോൾ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്? ഞാനിപ്പോൾ ഈ വഴിയരിയിൽ നിൽക്കുന്ന എന്താണ് പുല്ലിൽ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പിന്നെ കൈ ഇങ്ങനെ എടുത്തു കൊണ്ടുപോയി. കുറച്ച് വെള്ളം കിട്ടും, അതിങ്ങനെ ഒഴിച്ചു. അത് പല പ്രാവശ്യമായപ്പം കുറച്ച് ഒരു ദാഹം ശമിച്ചു പോയി. ആദ്യമായിട്ട് ജീവിതത്തിൽ ദാഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം വേറൊരു സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ഇതേമാതിരി ഒത്തിരി നടന്നു പോകുമ്പോൾ ഭക്ഷണം ഇല്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അപ്പം ഞങ്ങൾ പോകുമ്പോൾ എന്താണ് ഈ പേരയൊക്കെ കാട്ടിൽ വളർന്നു വരുന്നുണ്ട്. ആ പേരയുടെ പിന്നെ ഇല, പിന്നെ ഇളം ഇല, അത് പിന്നെ കടിച്ച് ചവച്ച് നിൽക്കുന്നത്. അതുപോലെ ഈ നാരകം പോലെ ഉണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഇല പിന്നെ കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒത്തിരി സഹായിക്കുന്നുണ്ട്. ആ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത രീതിയെപ്പറ്റി നമുക്ക് അറിയാം. അപ്പോൾ അവരെപ്പറ്റി അവരുടെ ആ ജീവിക്കുന്ന രീതിയെപ്പറ്റി നമ്മൾ അറിയാറുണ്ട്. ഇവിടെ ഒരു ബിഷപ്പാണ് നടന്നു പോകുന്ന വഴിയിൽ, ഒരു വൈദികനാണ് നടന്നു പോകുന്ന വഴിയിൽ പേരയിലയും നാരങ്ങയിലയും കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എത്രയോ ഭക്ഷണമാണ് വെറുതെ വേസ്റ്റാക്കി കളയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ ഭക്ഷണമൊക്കെ നമ്മൾ നശിപ്പിക്കുമ്പോൾ, ഭക്ഷണത്തെ വെറുതെ കളയുമ്പോൾ, പാഴ്വസ്തുക്കളായി മാറ്റുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനായി, ഒരു നേരത്തെ ഭക്ഷണത്തിനായി എത്രയോ വയറുകളാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ പിതാവ് ഇപ്പോൾ പറഞ്ഞു, നാരങ്ങയുടെ ഇലയും അല്ലേ പേരയുടെ ഇലയൊക്കെ കഴിച്ചുകൊണ്ട് ഒരു ദിവസം പോറ്റിയ കഥ അല്ലേ. ഒരുപാട് അനുഭവങ്ങൾ അങ്ങേക്ക് ഇതുപോലെ ഉണ്ട്. അതെ, ധാരാളം പിന്നെ അനുഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കൂടുതൽ വിശ്വാസം ആഴപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ജോർജ് പറഞ്ഞതുപോലെ എത്രയോ ജനങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നുണ്ട്. മഡഗാസ്കറിൻ്റെ തെക്ക് ഭാഗത്ത് തന്നെ അവിടെ വരൾച്ച കൊണ്ട് ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഈ സൈക്ലോൺ ഇല്ലെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ ധാരാളം പേര് അവിടെ മരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ജനങ്ങളൊക്കെ മഡഗാസ്കറിൻ്റെ പിന്നെ നോർത്തേൺ ഭാഗത്തെ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ ജനസാന്ദ്രത വളരെ കുറവാണ്. പിന്നെ 1 കിലോമീറ്ററിന്, 1 ചതുരശ്ര കിലോമീറ്ററിന് ഏകദേശം 38 ജനങ്ങളേ ഉള്ളൂ പിന്നെ മഡഗാസ്കറിൽ. അപ്പം ധാരാളം സ്ഥലങ്ങൾ, ഈ മഡഗാസ്കർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 6 ഭാഗം വലിപ്പമുണ്ട്. 6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അത് അവിടെയുള്ളത് 30 പിന്നെ മില്യനാണ് എന്ന് പറഞ്ഞാൽ 3 കോടി ജനങ്ങളെ അവിടെയുള്ളൂ. ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കുറേ ജനങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവാം. അവിടെ ഈ കിണറുകൾ കുഴിച്ചോ ഒക്കെ അങ്ങനെ അത് നടക്കുകയില്ല അല്ലേ? കിണറുകൾ കുഴിച്ച് പണ്ടത്തെ ഒരു വിശ്വാസമാണ്. അവർ സാധാരണ കിണറുകൾ കുത്താറില്ല. എന്തെന്നാൽ കിണറ്റിൽ ആരെങ്കിലും കൊണ്ടുപോയി വിഷം, അവിടെ ഈ പണ്ടത്തെ മന്ത്രവാദമൊക്കെ ധാരാളമുണ്ട്. ഈ പിന്നെ വളരെ അനാചാരങ്ങളുള്ള, അതെ, അനാചാരങ്ങളുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി വിഷം ഇട്ടാൽ അവിടെയുള്ള ആ ജനങ്ങൾ മരിച്ചു പോകും, ആ കുടുംബക്കാർ മരിച്ചു പോകും. അതുകൊണ്ട് സാധാരണയായിട്ട് പിന്നെ കിണറുകൾ കുത്താറില്ല. പിന്നെ അവർ പോയി വെള്ളം എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒഴുക്കുള്ള വെള്ളത്തിൽ പിന്നെ അഴുക്കില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവർ പോയി വെള്ളം എടുക്കുന്നത്. അത് കഴുകാനും ഒക്കെ ആയിട്ട്, അത് പിന്നെ ഇത് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ. പക്ഷേ അവർ ആ വെള്ളം കുടിക്കുകയില്ല ഒരിക്കലും. ഏതോ ഇലയിട്ടിട്ട് തിളപ്പിക്കുന്ന വെള്ളം, അത് സാധാരണയായിട്ട് കുടിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ അയിമ പച്ചയൊക്കെ ഉണ്ട്, അതേമാതിരിയുള്ള ഇലകൾ, ആ ഇലകൾ അത് പിന്നെ വേവിച്ചിട്ട് ആ ഇലയുടെ വെള്ളമാണ് ചോറ് കഴിക്കുമ്പോൾ സാധാരണയായിട്ട് ചോറിന് കറിയായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള ചില സ്ഥലങ്ങളുണ്ട്, ആ തെരുവയുടെ ഇല,
അത് നല്ലതാണ്. തെരുവയുടെ ഇല തെരുവ പിന്നെ പിന്നെ അത് വേവിച്ചിട്ട് പിന്നെ ഇത് ഇല വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം. ഈ പിതാവേ, നമ്മൾ 47 വൈദികർ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഈ 47 വൈദികരെയും പിതാവ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് കാണുക, അല്ലെങ്കിൽ അവരുമായി കൂടുതൽ ആശയവിനിമയം നടത്തുക? സാധാരണയായിട്ട് ഇതിനെ ദൂരെ കൂടുതൽ കൊണ്ട് ഒരു കൊല്ലത്തിൽ ഒരു വർഷത്തിൽ 2 പ്രാവശ്യന്മാരെ മാത്രമേ ഈ വൈദികരെ ഒന്നായി കാണുകയുള്ളൂ, അല്ലെങ്കിൽ വൈദികരുടെ മീറ്റിംഗ് ഉള്ളൂ. ഇത് പ്രെസ്ബിറ്റേറിയം. അല്ലെങ്കിൽ ഞാൻ അവിടെ പിന്നെ പോയി അവരെ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജനുവരി, ഞാൻ സാധാരണയായിട്ട് ജനുവരി മാസത്തിലാണ് അവധിക്ക് വരുന്നത്. ജനുവരി, ഫെബ്രുവരി. ഇപ്പം ഭയങ്കര മഴയുള്ള സ്ഥലമാണ്. അപ്പം നമുക്കൊന്നും വേറെ ദൂരത്തേക്കൊന്നും പോകാൻ കഴിയില്ല. അതിനുശേഷം ഞാൻ ഏപ്രിൽ മുതൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ട് ഈ പ്രളയം, കൊടും വരൾച്ച, ഇതൊക്കെ വന്ന ആളുകൾ ദാരിദ്ര്യത്തിലൊക്കെ ആകുമ്പോൾ സഭയുടെ ക്രിയാത്മകമായ സാമൂഹിക സേവന വിഭാഗം ഉണർന്ന് പ്രവർത്തിക്കാറുണ്ട്. ഞങ്ങൾ ഉടനെ എൻ്റെ രൂപതയിൽ ഇപ്പം കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് അവിടെ വളരെയധികം പിന്നെ ഈ അതായത് വെള്ളം കയറിയിട്ട് ഒത്തിരി നശിച്ചു പോയി ഇതെല്ലാം. അപ്പോൾ ഞാനിവിടെ മിസറിയോർ എന്ന് പറഞ്ഞ ഒരു ജർമ്മനിയിലുള്ള അവർക്ക് എഴുതി. അവരുടനെ തന്നെ കുറച്ച് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് വിത്തുകൾ വാങ്ങിക്കുന്നതിനായിട്ട്, അവർക്ക് പിന്നെ അരി വാങ്ങിക്കൊടുക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ ചോളം വാങ്ങിക്കൊടുക്കുന്നതിനായിട്ട് അവർ ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ സഹായിക്കുന്നതുണ്ട്. പിന്നെ ജർമ്മനിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നോ ഒക്കെ പ്രത്യേകിച്ചും. അങ്ങനെയാണ് സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ജീവിക്കുന്നത്. കാരണം അവിടെ സഭയിൽ ഉള്ളവരാണ് ഈ ജനങ്ങളെ സഹായിക്കുന്നത്. സഭയ്ക്കെതിരാരും ഇല്ല എന്നുള്ളതാണ്. കാരണം കാരുണ്യ പ്രവൃത്തികൾ ധാരാളമായി സഭ ഉണ്ട് എന്നുള്ളതാണ്. ഈ 40 സ്കൂളുകളിലൂടെ അവിടുത്തെ വിദ്യാർത്ഥികൾ, അല്ല അവിടുത്തെ ആളുകൾ അക്ഷരം പഠിക്കാൻ സ്കൂളിലേക്ക് സ്വമനസാലെ കടന്നു വരാറുണ്ടോ? അവരോട് പറയണം. അവരോട് പറഞ്ഞിട്ട് അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി അതിൻ്റെ ആ ഒരു പിന്നെ ഒത്തിരി ക്ഷമ വേണമെന്ന് അവരോട് പറഞ്ഞു. കുറച്ച് പേര് പഠിക്കാൻ തുടങ്ങും. അവരെ പിന്നെ കാരണം അവർ നമ്മളെ സഹായിക്കണം. ഈ പിന്നെ ടീച്ചേഴ്സിന് പിന്നെ ശമ്പളം കൊടുക്കാനായിട്ട് നമുക്ക് രൂപത വളരെ പിന്നെ രൂപതയ്ക്ക് അതിനുള്ള കാശില്ല. പിന്നെ അപ്പോൾ അവരോട് പറയും ഇങ്ങനെ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ കാശില്ല എന്ന് അവർ പറയും. അപ്പോൾ നിങ്ങൾക്ക് കാശില്ലെങ്കിൽ ഉള്ള നെല്ലോ അത് വേറെ പിന്നെ ഇത് നിങ്ങൾ കൃഷി ചെയ്യുന്നത് കൊടുക്കുക. അല്ലെങ്കിൽ ആടോ അല്ലെങ്കിൽ തേനുണ്ടെങ്കിൽ ആ തേനോ അത് പിന്നെ എന്താണോ അവർക്കുള്ള അതിൽ നിന്നൊരു വിഹിതം അവരെ പിന്നെ, കാരണം ടീച്ചേഴ്സിന് ജീവിക്കണമല്ലോ, അതിനെ സഹായിക്കുന്ന ടീച്ചേഴ്സ് ആകാൻ അവിടെ ആളുകളെ ലഭിക്കുന്നുണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. വേറെ ഈ പിന്നെ അവിടുത്തെ പിന്നെ നേരത്തെ ഒരു 150-60 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശ്വാസം വന്ന രൂപതകളുണ്ട്. രൂപതകൾ തുടങ്ങിയ ആദ്യത്തെ ജെസ്യൂട്ടോ അല്ലെങ്കിൽ പിന്നെ ലാസലിറ്റ്. ഇത്തരം അധ്യാപകരെ നമുക്ക് നമ്മുടെ മതബോധനം പഠിപ്പിക്കുവാൻ, മതബോധന രംഗത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ചിലരെയൊക്കെ കിട്ടുന്നുണ്ട്. അവർ പഠിച്ചവർ ഇത് പ്രത്യേകം അവിടെ നിന്നുള്ള ടീച്ചേഴ്സാണ്. അപ്പം ഞങ്ങളിപ്പം ഒരു പുതിയതായിട്ട് ഒരു പോളിസി എടുത്തിരിക്കുന്നത്, ഇവിടെ ഇപ്പം ഈ പിന്നെ ഇത് കോളേജ് പഠിത്തം കഴിയുന്നവർക്ക് എന്ന് പറയുന്ന പോലെ, നമ്മുടെ ഇവിടുത്തെ പോലെ അവരെ പിന്നെ ഇത് ട്രെയിനിങ്ങിനായിട്ട് അയക്കുമെന്നുള്ളതാണ്. അപ്പം പിന്നെ അവിടുന്ന് വേറെ സഹായം ചോദിച്ചിട്ട് അവരെ പിന്നെ ട്രെയിനിങ്ങിന് അയച്ചിട്ട് അവർ വന്നിട്ട് പഠിപ്പിക്കാനായിട്ട് അങ്ങനെ സഹായിക്കും. പിതാവേ, കുർബാനകളിൽ, ദിവ്യബലികളിൽ അവരുടെ സജീവമായ പങ്കാളിത്തം, അവൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നു, ഉറക്കെ പാടുന്നു, അങ്ങനെയുള്ള ഒരു സമൂഹമാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാസ്തവമാണ്. അവർക്ക് ഡാൻസും പാട്ടും വളരെ ഇഷ്ടമാണ്. അപ്പം സജീവമായിട്ട് എല്ലാവരും പാടുമെന്നുള്ളതാണ്, എല്ലാവരും പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് ഒത്തിരി ഒരു പിന്നെ ഉത്തേജനം നൽകുന്നതാണ്. പിന്നെ അവരെ പഠിപ്പിക്കുക. അവരുടേതായ രീതികളുണ്ട്, പക്ഷേ അത് നല്ല രീതിയിൽ കൊണ്ടുവരുവാനായിട്ട് എങ്ങനെയാണ് അവരെ ചെയ്യേണ്ടതെന്ന് നമ്മളത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും നമ്മുടെ ഒരു കുറച്ചുകൂടെ നല്ല ഒരു രീതിയിലേക്ക് അവരെ മാറ്റപ്പെടുത്തി, അല്ലേ, ഒരു സംസ്കരിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അത് തന്നെ അവരോട് പറയുക നമ്മളിങ്ങനെ ചെയ്യണം. അപ്പം പള്ളിയിൽ വന്നാൽ അവർക്ക് പിന്നെ മൗനമായിട്ടിരിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അവരോട് പറയും നിങ്ങൾ മൗനമായിട്ടിരുന്നിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുക, കുർബാന സ്വീകരിച്ചതിന് ശേഷം ഈശോയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ വർഷം പരിശുദ്ധ പിതാവ് പറഞ്ഞു പ്രാർത്ഥനയുടെ വർഷമാണ് ലോകമെമ്പാടും തിരുസഭ. അതായത് നമ്മൾ അടുത്ത വർഷം 2025 ജൂബിലി വർഷം ആഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി പ്രാർത്ഥനാ വർഷമായിട്ട് എല്ലാവരും പിന്നെ പ്രാർത്ഥിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയെപ്പറ്റി ഏതൊരു കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവിടെ സമാധാനമുണ്ട്, ഈശോയുണ്ട്. അതെപ്പോഴും ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നു. അവിടെ ഇത്തരം നമ്മുടെ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനകളൊക്കെ സാധാരണയായിട്ടില്ല. അതവർ നമ്മളെപ്പറ്റി, കർത്താവിൻ്റെ മാലായെപ്പറ്റി നമ്മൾ പിന്നെ ആ ജപം പഠിപ്പിക്കുക, ത്രികാല ജപം പഠിപ്പിക്കുക, അതുപോലെ കൊന്തയില്ല എന്നെ പഠിപ്പിക്കുക. അതാണ് ഞാൻ ആദ്യമായിട്ട് മിഷണറി ആയിട്ട് ചെന്നിട്ട് പിന്നെ ഈ പിന്നെ കപ്പ അവിടെയുണ്ട്. കപ്പയുടെ ഇലയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. കാരണം ആ ഇല പറിക്കുമ്പോൾ ആ കപ്പ അത് വലുതാകുകയില്ല.
പിന്നെ അത് പിന്നെ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇലയും കായും ഒക്കെ ആയിരിക്കും അവർ തിന്നുകൊണ്ടിരുന്നത്. നമ്മൾ ചെന്നതിന് ശേഷമാണ്, മിഷണറിമാർ ചെന്നതിന് ശേഷമാണ് ഈ മരച്ചീനി കഴിക്കാൻ അവർ തുടങ്ങിയത്. മരച്ചീനി തുടക്കാൻ എന്നിട്ടും കൂടി ആ മരച്ചീനി അവർ പിന്നെ അത് മരച്ചീനി അവർ പിന്നെ വേവിക്കും, അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട്, എന്നിട്ട് ആ വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളയല. ആ വെള്ളം ഊറ്റിക്കളയാതെ അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചോ അല്ലെങ്കിൽ ശർക്കര ഇട്ടിട്ടോ അവർ കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞു അത് പിന്നെ നല്ലതല്ല, നമ്മുടെ പല്ലൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്, ഡീകാൽസിഫിക്കേഷനാണിത്. അതിൻ്റെ അകത്തൊരു വിഷമുണ്ടല്ലോ, സയനൈഡ് പോലെ, അതേപോലെ. അതുകൊണ്ട് അങ്ങനെ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇല തന്നെയാണെങ്കിൽ 4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് ആ ഇല ഉപയോഗിക്കാനായിട്ട് കഴിയും. അത് കുത്തിയിട്ട് അത് വേവിച്ചിട്ട് അത് കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിതാവേ, ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ ഒരു ഇരുണ്ട ഭൂഖണ്ഡം, അല്ലെ മരുഭൂമി, പച്ചപ്പൊന്നും ഇല്ലാത്തൊരു ദേശം എന്നൊക്കെയാണ് നമ്മൾ പലരും ചിന്തിച്ചിരിക്കുക. മഡഗാസ്കറിൻ്റെ സൗന്ദര്യം അതാണോ പിതാവിനെ 37 വർഷങ്ങൾ അവിടെ പിടിച്ചു കയറിയത്? മഡഗാസ്കറിൻ്റെ സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മഡഗാസ്കറിൻ്റെ സൗന്ദര്യം ഒന്ന് വർണ്ണിക്കാമോ? മഡഗാസ്കർ വളരെ മനോഹരമായ ഒരു ദ്വീപാണ്. വളരെ പാവപ്പെട്ട ജനങ്ങളാണ് അവിടെ ഉള്ളത് കൊണ്ട് അതിന് അധികം വികസനം വന്നിട്ടില്ല എന്നുള്ളതാണ്. പണ്ട് ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്നപ്പോൾ 1960 വരെ ഫ്രഞ്ചുകാരുടെ ഭരണമായിരുന്നു. അപ്പോൾ അത് ഹരിതവർണ്ണമുള്ള ഒരു ദ്വീപായിരുന്നു. ഇന്ന് അത് പിന്നെ വളരെ ചുവന്ന നിറമായി. എന്തെന്നാൽ അവിടുത്തെ മരങ്ങളും അതുപോലെ ഹരിത നിറമുള്ളതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പാവപ്പെട്ട ജനങ്ങളാണെന്ന് പറഞ്ഞു. അവർക്ക് കാശിൻ്റെ മാർഗം അവിടെയുള്ള ആ മരങ്ങളൊക്കെ വെട്ടി, അല്ലെങ്കിൽ എല്ലാം വെട്ടിയിട്ട് കരിയാക്കിയിട്ട് അത് കൊടുത്തിട്ടാണ് കാശ് കിട്ടുന്നത് സാധാരണ ജനങ്ങൾ. അതായത് മരങ്ങളൊന്നും വണ്ണം വെക്കാൻ അനുവദിക്കുന്നില്ല. മരങ്ങൾ വളരെ കഷ്ടമാണ്. നമ്മളത് കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ണിൽ പോകുന്നത്. ഇപ്പം നേരത്തെ ഏറ്റവും മനോഹരമായൊരു രാജ്യമായിരുന്നു. ഇന്ന് ആ രാജ്യത്തുണ്ടായിരുന്നതിൽ 15% അതെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പോയി എന്നുള്ളതാണ്. വനനശീകരണം ആ രാജ്യത്തെ കാലാവസ്ഥയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാവും. കാലാവസ്ഥ, അതുകൊണ്ട് കാലാവസ്ഥ ഇപ്പം ഭയങ്കര ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഈ മണ്ണൊലിപ്പ് ധാരാളമായിരിക്കുന്നു. അതുകൊണ്ട് ഈ മണ്ണൊലിപ്പ് ധാരാളമായിരിക്കുന്നതുകൊണ്ട് ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരാറുണ്ട്. ടൂറിസ്റ്റുകളുണ്ട്, പക്ഷേ അധികം ഇല്ല എന്നുള്ളതാണ്. അതിനുള്ള ഡെവലപ്മെൻ്റ് ഒന്നും ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പ്രൈവറ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, കുറച്ചൊക്കെ ഉള്ളത്. അവിടെ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെ വികസനം വരുന്നുണ്ട്, ഇനി വികസിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ ഈ പ്രസിഡൻറ്റ് എന്തോ ടെലിഫെറിക്കൊക്കെ വരുന്നുണ്ട്, വരുത്തുന്നുണ്ട്, റോഡുകളൊക്കെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കുറേശ്ശെ. ഇത്രയും വലിയ ഒരു രാജ്യമായതുകൊണ്ട് നമ്മുടെ പിന്നെ ഇന്ത്യയുടെ 6 ഭാഗം വലിപ്പമുണ്ട്. 6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് ഇത്. അതുകൊണ്ട് എളുപ്പമല്ല, ധാരാളം റോഡുകളൊക്കെ ഉണ്ട്. ഞാൻ തന്നെ 3 പ്രാവശ്യം എൻ്റെ രൂപതയിലുള്ള റോഡുകൾക്കായിട്ട് ഞാൻ എഴുതി കൊടുത്തു. പ്രസിഡൻറ്റിന് നല്ല മനസ്സുണ്ട്, പക്ഷേ ചെയ്യാനുള്ള അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ സഹായിക്കുന്നതിൽ മാത്രമേ നമുക്ക്. അവിടെ ധാരാളം പുഴകൾ, ധാരാളം തടാകങ്ങൾ, കടൽ തീരം ഒക്കെയുള്ള ഒരു ധാരാളം ധാതു സമ്പത്തുള്ള ഒരു രാജ്യം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാസ്തവമാണ്. ലോകത്തിലെ ധാതു സമ്പത്തുള്ള ഏറ്റവും ധാതു സമ്പത്തുള്ള രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളിൽ ഒന്നാണ് മഡഗാസ്കർ. പക്ഷേ അതൊന്നും ഉപയോഗിക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധ്യത ഇല്ല. അത് ചിലരൊക്കെ സ്വർണ്ണം എടുക്കുന്നുണ്ട്, മറ്റേ മെർക്കുറി എടുക്കുന്നുണ്ട്, പെട്രോൾ എടുക്കുന്നുണ്ട്, അതൊക്കെയുണ്ട്. അതിനൊന്നും ഗവൺമെൻറ്റിന് അത് വരുമാനം ഒന്നും ഇല്ലാത്തതാണ്. കാരണം അത് ഒരു നല്ല ഒരു വ്യക്തികളാണ്. അതെ സ്വകാര്യ വ്യക്തികൾ കുറേയൊക്കെ എടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ശരിക്കും അവിടുത്തെ ധാതു സമ്പത്തിനെ കൃത്യമായിട്ട് ഉപയോഗിച്ച എല്ലാ രാജ്യത്തിൻ്റെ ദാരിദ്ര്യം അവസാനിപ്പിച്ച്, എനിക്കൊന്ന് മൗറീഷ്യസ് ഒക്കെ വളരെ തൊട്ടടുത്ത രാജ്യമാണ്. ടൂറിസത്തിൽ ഏറ്റവും അധികം കുതിച്ചു കയറ്റം സൃഷ്ടിച്ച ഒരു രാജ്യം കൂടിയാണത്. തീർച്ചയായിട്ടും ഇവിടെ അതിനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ പിന്നെ ഭരണാധികാരികൾ അത് ശരിക്കും ഉപയോഗിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടുത്തേതുപോലെ അഴിമതി അവിടെയും ഉണ്ടോ? അഴിമതിയുടെ കാര്യം പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളതാണ് അവർക്ക്. എന്തെങ്കിലും കൊടുക്കണം. ആഫ്രിക്കൻ രാജ്യങ്ങൾ പൊതുവിൽ അഴിമതിയുടെ കാര്യത്തിൽ റേറ്റിംഗിൽ മുന്നിലാണ്. അതെ, കാരണം ഈ ശമ്പളമൊന്നും തീരെയില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമായി വരുന്ന ജനങ്ങളിൽ നിന്നുമാണ് അവർ കാശുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഒരു കറപ്റ്റ് രാജ്യമാണ് മഡഗാസ്കർ. അതെ, പിന്നെ നമ്മൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ചെയ്തെങ്കിൽ അത് കറപ്ഷനല്ല എങ്കിൽ കൂടി നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സന്മനസ്സുണ്ട്. അവരെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെയാണ്. എന്തെങ്കിലും ചെയ്യാൻ നാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. അത് നാളെ അത് ചെയ്തെന്നില്ല, അത് പിന്നെയും ഓർമ്മിപ്പിക്കണം.
അത് നാളത്തെ കഴിഞ്ഞ് അത് ചെയ്യണമെങ്കിൽ പിന്നെയും ഓർമ്മിപ്പിക്കണം. അത് തീർച്ചയായും ഓർമ്മപ്പെടുത്തലുകൾ നടത്തുവാൻ, കൂടുതൽ ആളുകളെ ഓർമ്മപ്പെടുത്തുവാൻ നമ്മുടെ മിഷണറിമാർ കൂടുതലായിട്ട് അവിടെ വരട്ടെ. ആ നാട് അതിൻ്റെ ധാതു സമ്പത്ത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചാൽ തന്നെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സമ്പത്തുള്ള ഒരു രാജ്യമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് കൈത്താങ് ആവശ്യമുണ്ട്. അത് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന്, സഭയിൽ നിന്നുമൊക്കെ ലഭിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അല്ലേ പിതാവേ? തീർച്ചയായും അങ്ങനെ സംഭവിക്കട്ടെ. വളരെ നല്ല കാര്യമാണ് ജോർജ് പറഞ്ഞത്. അതെ, ആ രാജ്യം വളരെ ഒരു ധാതു സമൃദ്ധമായ രാജ്യമാണ്. അപ്പോഴത് ശരിയായിട്ട് ഉപയോഗിക്കാനായിട്ട് ഭരണാധികാരികൾക്ക് കഴിയട്ടെ, മറ്റുള്ള രാജ്യങ്ങൾ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ അവരുടെ ആ ദാരിദ്ര്യം മാറിപ്പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ. തീർച്ചയായും പിതാവ്, അയൽക്കാരനെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമം തന്നെയാണ് ക്രൈസ്തവരുടെ എല്ലാം. കാരണം അവിടെ ക്രിസ്ത്യാനിറ്റി കൂടുതൽ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ ദാരിദ്ര്യം അകന്നു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം യാതൊന്നും പ്രതീക്ഷിക്കാതെ മിഷണറിമാർ അവിടെ കടന്നു ചെല്ലുന്നു, കൃഷി ചെയ്യാൻ പഠിപ്പിക്കുന്നു. അവരെ മരച്ചീനി, പിതാവ് ആദ്യം പറഞ്ഞ ഇല തിന്നിരുന്ന ആൾക്കാരെ നല്ല മരച്ചീനി തീറ്റാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ആ രാജ്യത്തെ ദാരിദ്ര്യവും വിട്ടൊഴിയുമെന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് യാതൊരു തർക്കവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വളരെ നന്ദി. അതിങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മഡഗാസ്കർ എന്ന മഹാദ്വീപിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ശാലോം ടി വിയുടെ പ്രേക്ഷകരുമായി നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് പങ്കുവച്ചത്. വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത് കാണുന്നതുവരെ വിടാം.